ഹലോ ഫ്രണ്ട്സ്, ഞാൻ സന്തോഷ് നമ്പ്ലാട്ട്. തൃശ്ശൂരാണ് എൻ്റെ സ്ഥലം. ഞാൻ കുറേ കാലമായി ഖത്തർ ജെറ്റ് ഫ്യൂൽ എന്ന കമ്പനിയിൽ അക്കൗണ്ടന്റായി വർക്ക് ചെയ്യുന്നു. തുടക്കകാലത്തിൽ വന്നപ്പോൾ പരിചയപ്പെട്ട കവിയും സാഹിത്യകാരനുമായ ശരവൺ മഹേശ്വർ. തുടക്കത്തിൽ ഞങ്ങൾ 2-3 ഫേമിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുകയുണ്ടായി. ദീർഘകാലത്തെ സൗഹൃദം. ഞാനും കുടുംബവും ഇപ്പോഴും ഖത്തറിൽ തന്നെ വർക്ക് ചെയ്യുന്നു. ശരവൺ മഹേശ്വർ ഇവിടെ വർക്ക് ചെയ്യുകയും അതിനുശേഷം നാട്ടിൽ പോവുകയും പിന്നീട് UAE, സൗദി, ബഹ്റൈൻ എന്നീ സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ടായി. രാജ്യങ്ങളിൽ പോയി വർക്ക് ചെയ്യുകയുണ്ടായി. നാട്ടിൽ 1-2 തവണയെ പുള്ളിയെ കാണാൻ സാധിച്ചിട്ടുള്ളൂ. 10-25 കൊല്ലത്തിൻ്റെ ഇടയിൽ. അതാണ് അതിൻ്റെ ഒരു കാര്യം. കാരണം ഞങ്ങൾ നല്ല സുഹൃത്തിനാണെങ്കിലും അധികം കാണാൻ പറ്റിയിട്ടില്ല. ശരവൺ മഹേശ്വറാണെങ്കിൽ തിരുവനന്തപുരത്തും, ഞാൻ തൃശ്ശൂരും. ഈയിടെയായി ശരവൺ മഹേശ്വർ എന്നോട് പറഞ്ഞു, ഒരു ഷോർട്ട് ഫിലിം പ്രൊഡ്യൂസ് ചെയ്തുകൂടെ? അങ്ങനെയാണെങ്കിൽ എനിക്ക് ഡയറക്റ്റ് ചെയ്യാം. അപ്പം ഞാൻ കരുതി പുള്ളിയുടെ ക്രിയേറ്റിവിറ്റിയും കഴിവും നമുക്ക് കാണാനും സാധിക്കും. പിന്നെ നമുക്ക് സുഹൃത്തുക്കളോട് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇത് മാത്രമല്ലേ ഉള്ളൂ. പുള്ളിക്ക് സന്തോഷവുമാണ്. 1-2 ഫിലിം പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അദ്ദേഹം ഡയറക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പത്ത് 52 പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നു. പല അവാർഡുകളും കിട്ടിയിരിക്കുന്നു. ഈ അടുത്ത കാലത്താണ് ഇത് പറയുന്നത്, ഈ ഷോർട്ട് ഫിലിമിന്റെ കാര്യം. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, എനിക്ക് ഇത് ചെയ്താൽ വലിയ മോണിറ്ററി ബെനിഫിറ്റ് ഒന്നും ഉണ്ടാവില്ല. അക്കൗണ്ടന്റായി എനിക്കത് മനസ്സിലായി. എന്നാലും എൻ്റെ സുഹൃത്തിന്റെ സന്തോഷത്തിന് വേണ്ടി ഒരു ചെറിയൊരു തുക ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് കറുത്ത മാനസം, എബണി മൈൻഡ് എന്നൊരു ഷോർട്ട് ഫിലിം ചെയ്യാൻ തീരുമാനിച്ചത്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും നിരന്തരമായി എന്നെ ഫോൺ ചെയ്ത് പറയുകയും അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്തപ്പോൾ എനിക്ക് വല്ലാത്തൊരു അതിശയം തോന്നി. അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് ഫോൺ ചെയ്ത് പറയുകയുണ്ടായി. എല്ലാ കാര്യങ്ങളും, ചുരുക്കം പറഞ്ഞാൽ എനിക്കിതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. എന്നാലും അതിനെപ്പറ്റി ഫുൾ ഡീറ്റെയിൽസ് തന്നു. ഇംഗ്ലീഷ് സബ്ടൈറ്റിലോട് കൂടിയ ഒരു ചെറിയൊരു ഹ്രസ്വചിത്രം. അതിൻ്റെ പ്രത്യേകത എന്തെന്നാൽ എല്ലാതും ഔട്ട്ഡോറിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇൻഡോർ സീൻസ് ഒന്നുമില്ല അതിൽ. അതാണ് അതിൻ്റെ പ്രത്യേകത. അതുകൂടാതെ ഒരു പാട്ട്, 5 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു പാട്ട്, അദ്ദേഹം തന്നെ രചിച്ച പാട്ട് അതിൽ ചേർത്തിരിക്കുന്നു. അപ്പോൾ ഒരു വിധത്തിൽ എനിക്ക് സന്തോഷമായി, അദ്ദേഹത്തിന് സന്തോഷമായി. നമുക്ക് പറ്റാവുന്നൊരു കാര്യം, ചെറിയൊരു കോൺട്രിബ്യൂഷൻ, അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അപ്പോഴും പലരും ചോദിക്കുകയുണ്ടായി, സന്തോഷ് നമ്പ്ലാട്ട് ആരാണ്? പുള്ളിയുടെ ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ ഒരു ഡീറ്റെയിൽസോ ഒന്നും എവിടെയും കാണുന്നില്ല. എനിക്കാണെങ്കിൽ അതിൽ വലിയ താല്പര്യമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ മാർക്കറ്റിംഗ് അങ്ങനെ നമ്മളെപ്പറ്റി അങ്ങനെ അറിയണമെന്നില്ല. എൻ്റെ ഒരു ആഗ്രഹം ശരവൺ മഹേശ്വർ നല്ലൊരു ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്യണം. അത് നന്നായി വരണം. പുള്ളിയുടെ ഒരു ദീർഘകാലത്തെ ഒരു
ആഗ്രഹമായിരുന്നു. അതായിരുന്നു എനിക്ക് ആകെ കൂടിയുള്ളൊരു സന്തോഷം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുന്നു. എനിവേ, ശരവൺ മഹേശ്വരന് എല്ലാ ഭാവങ്ങളും ഭാഗ്യവും നേരുന്നു. ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഗുഡ് ലക്ക്.